Hello everyone, welcome to Geode IAS Current Affairs Top Line. I am Sukanya sir, and Geode IAS has launched PCM batch targeting 2027 Civil Service Examination only for ₹1,000 per month. 2 years one time payment ചെയ്യുന്നവർക്ക് 5000 രൂപയ്ക്ക് 2 വർഷത്തെ ക്ലാസും സബ്സ്ക്രിപ്ഷനും ലഭിക്കുന്നതായിരിക്കും. So join now for quality contents at affordable rates. UPSC coaching is becoming costly now. മിഡിൽ ക്ലാസ് ആയിട്ടുള്ള കുട്ടികൾക്കും UPSC കോച്ചിങ് എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഫീസ് ഒരു വലിയൊരു ഹേർഡിൽ തന്നെയാണ്, വലിയൊരു തടസ്സം തന്നെയാണ്. അത് മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ വെറും ₹1000 പെർ മന്തിന് ഫുൾ കോഴ്സും നൽകുന്നത്. മാത്രവുമല്ല 2 ഇയേഴ്സിന് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് ₹5000 ഫോർ ദിസ് 2 ഇയേഴ്സ്. ഒരുപാട് ആസ്പിറൻസ് ഈ ഫീസ് എന്നൊരു ഹേർഡിൽ അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും കൂടി ഹെൽപ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഫോർഡബിളായിട്ട് കോച്ചിങ് നൽകുന്നത്. സോ എല്ലാവരും ഈ ഒരു അവസരം നന്നായിട്ട് യൂസ് ചെയ്യാം. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ സെഷൻ ഫോർ ടുഡേ. യുനെപ്പ് ഫസ്റ്റ് ടോപ്പിക് യുനെപ്പ് ആണ്. യുണൈറ്റഡ് നേഷൻസ് എൻവയൺമെൻറ്റ് പ്രോഗ്രാം. എന്താണ് യുണൈറ്റഡ് നേഷൻ എൻവയൺമെൻറ്റ് പ്രോഗ്രാം? എപ്പോഴും കറണ്ട് അഫയേഴ്സിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ കറണ്ട് അഫയേഴ്സ് അങ്ങനെ തന്നെ റോ ആയിട്ട് പഠിക്കാതെ കറണ്ട് അഫയേഴ്സിലൂടെ സ്റ്റാറ്റിക്കിലേക്ക് പോകണം. ഫോർ എക്സാമ്പിൾ, യുനെപ്പ് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തെന്നായിരിക്കും കറണ്ട് അഫെയറിലുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ യുനെപ്പ് എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, കോമ്പോസിഷൻ എന്താണ്, എന്തെല്ലാം റിപ്പോർട്ട്സാണ് യുനെപ്പ് പബ്ലിഷ് ചെയ്യുന്നത്, എന്തെല്ലാം ഇൻ്റർ ഗവൺമെൻറ്റൽ അഗ്രിമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും എൻവയൺമെൻറ്റ് പ്രധാനമായിട്ടുള്ള എന്തെങ്കിലും കൂട്ടായ്മകൾ ഇതിൻ്റെ കീഴിലുണ്ടോ, ഇതെല്ലാം നമ്മൾ പഠിക്കണം. അതായത് കറണ്ട് അഫയേഴ്സിലൂടെ നമ്മൾ സ്റ്റാറ്റിക് പഠിക്കണം. പ്രധാനമായിട്ടും സ്റ്റാറ്റിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് കറണ്ട് അഫയേഴ്സ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ കറണ്ട് അഫയേഴ്സ് വാരി വലിച്ച് പഠിക്കേണ്ട കാര്യമില്ല. കറണ്ട് അഫയേഴ്സും നമ്മുടെ സിലബസും വെച്ചിട്ട് നമ്മുടെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അല്ലാതെ കറണ്ട് അഫെയർ റോ ആയിട്ട് പഠിക്കുകയല്ല ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, വൈസ് പ്രസിഡൻറ്റിൻ്റെ ഒരു ന്യൂസ് വരികയാണെങ്കിൽ ആ ന്യൂസ് വൈ ഇറ്റ് ഈസ് എ ന്യൂസ് എന്നുള്ളത് ജസ്റ്റ് അതിനൊരു ഔട്ട്ലൈൻ നമ്മൾ അറിഞ്ഞിരിക്കണം. പ്ലസ് വൈസ് പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷൻ പ്രോസസ്സ്, വൈസ് പ്രസിഡൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്, വൈസ് പ്രസിഡൻറ്റിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പൊളിറ്റിയിൽ പോയിട്ട് ആ ഒരു സ്റ്റാറ്റിക് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. സോ ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും ഈ ഒരു കറണ്ട് അഫയേഴ്സ് യൂസ് ചെയ്യേണ്ടത്. നമ്മളൊരു 60 to 70% സ്റ്റാറ്റിക്കിൽ നിന്നാണ് ചോദിക്കുന്നത്. 10th ലെവലാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ ആസ് യു നോ. അപ്പോൾ ഒരിക്കലും പുതിയ പുതിയ കാര്യങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടല്ല ചോദിക്കുന്നത്, മറിച്ച് സ്റ്റാറ്റിക് തന്നെ കൺഫ്യൂസിങ് ആക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ടാക്ടിക് അല്ലെങ്കിൽ ഒരു ട്രാപ്പ് എന്ന് പറയുന്നത്. ഒരു മെയിം കണ്ടതായിട്ട് ഓർക്കുന്നു. ഒരുപാട് ലൂണാർ ചപ്പൽസ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചപ്പൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. അതുപോലെയാണ് ഓപ്ഷൻസും. ഈ ഓപ്ഷൻസ് ആണ് കൺഫ്യൂസിങ് ആയിട്ട് വരുന്നത്. പ്രധാനമായിട്ടും 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ 3 എണ്ണം നന്നായി അറിയാമായിരിക്കും, ഒരെണ്ണം ആയിരിക്കും നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള ട്രാപ്പുകളും ട്രിക്സുമാണ് ഇതിൽ കൂടുതൽ. മാത്രവുമല്ല, ഫസ്റ്റ് തിങ് ഇതാണ്, നമുക്ക് അറിയാവുന്നുള്ളത് തന്നെ ഇങ്ങനെ ഓപ്ഷൻസ് വെച്ച് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കും. നമുക്ക് നന്നായി അറിയാവുന്നുള്ളത് എപ്പോഴും നമ്മളെ ട്രാപ്പ് ചെയ്യിക്കുന്നത് ഓപ്ഷൻസ് വെച്ചിട്ടായിരിക്കും. 3 ഓപ്ഷൻ നല്ലോണം അറിയാമെന്നുള്ളതായിരിക്കും, 4ാമത്തത് ഒട്ടും അറിയാത്തതായിരിക്കും. സെക്കൻഡ് തിങ് ഈസ്, നമ്മൾ 5 ക്വസ്റ്റ്യൻ ചെയ്ത് വന്നു, 6ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായി എങ്കിൽ ഉറപ്പാണ് അടുത്ത് വരുന്ന 2 ക്വസ്റ്റ്യൻ അറിയാമെന്നുള്ളതാണെങ്കിൽ പോലും നമ്മൾ തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെ ഈ ഒരു എക്സാം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ തരത്തിലുള്ള കഴിവും അളക്കുക എന്നുള്ളൊരു എയിമാണ് അവർക്കുള്ളത്. സോ എക്സാമിനെ കുറച്ച് സ്മാർട്ടായിട്ട് വേണം നമ്മൾ കാണാനായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പോകും. കാര്യം 100 ക്വസ്റ്റ്യൻസിൽ ഒരു 50 ക്വസ്റ്റ്യൻസ് നമുക്ക് ശരിയായാൽ പോലും നമുക്ക് കട്ട് ഓഫ് കടക്കാൻ പറ്റും. ഇതുവരെ 92 to 95 എബവ് കട്ട് ഓഫ് പോയിട്ടില്ല പ്രിലിംസിന്. സോ നമുക്കൊരു 50 ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ തന്നെ നമുക്ക് 100 കടക്കാൻ പറ്റും. 50 ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ ഇപ്പോൾ 60-65 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തു, 15 ക്വസ്റ്റ്യൻ തെറ്റി, നെഗറ്റീവ് പോയാൽ പോലും നമുക്ക് കട്ട് ഓഫ് കടക്കാൻ പറ്റും. സോ നമ്മൾ ഏറ്റവും ടഫായിട്ടുള്ള ബാക്കി 30 ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ നോളജ് അക്വയർ ചെയ്യാനും ശ്രമിക്കാതെ ഈ നോളജ് ഇങ്ങനെ അടുക്കി അവസാനം അത് ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് കൊണ്ടുപോകാതെ പ്രധാനമായിട്ടും സ്റ്റാറ്റിക്ക് പച്ചവെള്ളം പോലെ പഠിച്ചു വയ്ക്കുക. ഫോർ എക്സാമ്പിൾ, പൊളിറ്റി, എൻവയൺമെൻറ്റ്, ഇക്കോണമി, ജോഗ്രഫി, മോഡേൺ ഹിസ്റ്ററി, ഇത്രയും നമ്മൾ പച്ചവെള്ളം പോലെ ആ ഒരു സ്റ്റാറ്റിക്ക് പഠിച്ചു വയ്ക്കുക. NCERT പ്ലസ് നമ്മുടെ സ്റ്റാൻഡേർഡ് ബുക്സ് പഠിക്കുക, അതിനോടൊപ്പം കറണ്ട് അഫെയറും കൂടെ. ഈ ഒരു
ടോപ്പിക്സ്, പ്രധാനപ്പെട്ട ടോപ്പിക്സിനെ ചുറ്റിപ്പറ്റിയുള്ള കറണ്ട് അഫയേഴ്സ് നോക്കി വയ്ക്കാം. അപ്പോൾ തന്നെ നമുക്ക് 40 to 45 ക്വസ്റ്റ്യൻസ് നന്നായി അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. മാത്രവുമല്ല, നമ്മൾക്ക് ഏറ്റവും അറിയാവുന്ന 50 ക്വസ്റ്റ്യൻസും സ്കാറ്റേഡ് ആയിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. ടഫായിട്ടുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഇടയ്ക്കായിരിക്കും ഏറ്റവും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് പോലും വരുന്നത്. സോ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഫസ്റ്റ് റൗണ്ടിൽ നന്നായി അറിയാമെന്നുള്ളത് ആദ്യം ചെയ്തു പോവുക. അതിനുശേഷം അറിയാത്തത് നമ്മൾ സർക്കിൾ ചെയ്യുകയോ പോയിന്റ് ഔട്ട് ചെയ്യുകയോ ചെയ്തിട്ട് പോവുക. രണ്ടാമത്തെ റൗണ്ടിൽ 50-50 ചാൻസ് ഉള്ളത് ചെയ്തു പോവുക. മൂന്നാമത്തെ റൗണ്ടിൽ മാത്രമേ ഗസ് വർക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ, അത് വളരെ കുറവേ ചെയ്യാൻ പാടുള്ളൂ. പ്രധാനമായിട്ടും എത്ര ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്താൽ നമുക്ക് കയറാൻ പറ്റും, ആ കട്ട് ഓഫ് കടക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ഒരു 72 to 80 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു കട്ട് ഓഫ് കടക്കാൻ പറ്റും. പക്ഷേ ചില എക്സാംസ് 2023 വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം ആയിരുന്നു, പാറ്റേൺ ചേഞ്ച് ഉണ്ടായിരുന്ന എക്സാം ആയിരുന്നു. അതിൽ കട്ട് ഓഫ് വളരെ കുറവായിരുന്നു. അപ്പോൾ ഒരു 35 മുതൽ 40 ക്വസ്റ്റ്യൻ ചെയ്തവർ വരെ ഇന്നായി. അപ്പോൾ ഇറ്റ് വേരീസ്. പക്ഷേ ഇതുവരെയുള്ള ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 72 to 75 or 80 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നെഗറ്റീവും പോയിട്ട് കട്ട് ഓഫ് കടക്കും. ചില കുട്ടികൾക്ക് അത്രയും വരെ പോകേണ്ട ആവശ്യമില്ല, ഒരു 60-65 ചെയ്താൽ തന്നെ കട്ട് ഓഫ് കടക്കും. കാര്യം അവർ നെഗറ്റീവ്സ് വളരെ കുറവായിരിക്കും അവർക്കുണ്ടാകും. അപ്പോൾ ഇങ്ങനെ അവനവൻ്റെ ഒരു എത്ര ക്വസ്റ്റ്യൻ ചെയ്താലാണ് അവരവർക്ക് ഈ ഒരു കട്ട് ഓഫ് കടക്കാൻ പറ്റുന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അതിന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ സ്വിം ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണം അല്ലേ? അല്ലാതെ നമ്മൾ അതിൻ്റെ തിയറി പഠിച്ചിട്ട് ആ ഒരു ദിവസം ഇറങ്ങി നീന്താന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. വി ഷാൽ സ്റ്റാർട്ട് അവർ ക്ലാസ് ഫോർ ടുഡേ. അപ്പോൾ യുനെപ്പ് അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് എൻവയൺമെൻറ്റ് പ്രോഗ്രാം 1972 ഫോം ചെയ്തു. ആൻഡ് 193 മെമ്പേഴ്സാണുള്ളത്. ഇന്ത്യ ഒരു മെമ്പറാണ് യുനെപ്പിൻ്റെ. പ്രധാനമായിട്ട് ഇന്ത്യ മെമ്പർ അല്ലാത്തതും മെമ്പർ ആയതുമായിട്ടുള്ള ഇതുപോലുള്ള കോൺഫറൻസുകളും പ്രോഗ്രാംസും നോട്ട് ചെയ്ത് വയ്ക്കാം. യുനെപ്പിൻ്റെ ഫണ്ടിങ് എങ്ങനെയാണ്? വോളണ്ടറി ഫണ്ടിങ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെവലപ്ഡ് കൺട്രീസൊക്കെ വോളണ്ടറിലി ഇതിൽ ഫണ്ട് ചെയ്യണം എന്നാണ്. കാര്യം ഡെവലപ്ഡ് കൺട്രീസാണ് ഏറ്റവും കൂടുതൽ അവരുടെ ഡെവലപ്മെൻറ്റ് കാലഘട്ടത്തിൽ വളരെയധികം പൊല്യൂഷൻസ് ഉണ്ടാക്കിയത് അല്ലേ? അവരുണ്ടാക്കിയ പൊല്യൂഷൻസ് കാരണമാണ് ഓസോൺ ഡിപ്ലീഷൻ, ഗ്ലോബൽ വാർമിംഗ് തുടങ്ങിയ ഈ ഒരു പ്രകൃതി, ക്ലൈമറ്റ് ചേഞ്ച് ഉൾപ്പെടെയുള്ള പ്രകൃതിക്കുണ്ടായ മാറ്റങ്ങളെല്ലാം ഉണ്ടായത്. അപ്പോൾ ഡെവലപ്ഡ് കൺട്രീസാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഒരു ഭൂമിയുടെ ഇപ്പോഴുള്ള ഒരു ദുരവസ്ഥയ്ക്ക് പ്രധാനമായിട്ടും കാരണം. അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്യേണ്ടത്. പക്ഷേ എനിവേ ഫണ്ടിങ് ഈസ് വോളണ്ടറി ഫണ്ടിങ് ആണ്. ഹോസ്റ്റ് ദ സെക്രട്ടേറിയറ്റ്സ് ഓഫ് വേരിയസ് കൺവെൻഷൻസ്. ഈ സൈറ്റ്സ് പോലുള്ള കൺവെൻഷൻസിൻ്റെ എല്ലാം ഈ യുനെപ്പിൻ്റെ കീഴിലാണ് ഈ ഒരു കൺവെൻഷൻസ് ഒക്കെ വരുന്നത്. ഇന്റർ ഗവൺമെൻറ്റൽ സയൻസ് പോളിസി പ്ലാറ്റ്ഫോം ഓൺ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോസിസ്റ്റം സർവീസസ്, IPBES എന്ന് പറയുന്നതും. പിന്നെ ഇന്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ജോയിൻ്റ്ലി ബൈ യുനെപ്പ് ആൻഡ് വേൾഡ് മീറ്റിയോളജിക്കൽ ഓർഗനൈസേഷൻ. IPBESും ഈ IPCCയും യുണൈറ്റഡ് നേഷൻസ് എൻവയൺമെൻറ്റ് പ്രോഗ്രാം കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു പോളിസീസും ഫ്രെയിംവർക്സുമാണ്. കാർബൺ ഫുട് പ്രിൻറ്റ് എന്ന ഒരു കോൺസെപ്റ്റ് അളക്കുന്നത് യുനെപ്പാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു സ്കീം അല്ലെങ്കിൽ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവുന്നു. വൈ കാർബൺ ഡൈ ഓക്സൈഡ്, അതർ ഗ്യാസസ്, പൊല്യൂട്ടൻസ് ആയിട്ടുള്ള അതർ ഗ്യാസസ് റിലീസ് ആവുന്നില്ല. പക്ഷേ ഇപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാനദണ്ഡത്തിലാണ് ഈ ഒരു പൊല്യൂഷൻ അളക്കുന്നത്. അപ്പോൾ കാർബൺ ഫുട് പ്രിൻ്റ് എന്നാണ് അതിനെ പറയുക. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ എത്രത്തോളം എൻവയൺമെൻറ്റിനെ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്ത് പൊല്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കാർബൺ ഫുട് പ്രിൻ്റ് എന്ന് പറയുന്നത്. ഇനി മേജർ ഗ്ലോബൽ മൾട്ടിലാറ്ററൽ എഗ്രിമെൻറ്റ്സ് അണ്ടർ യുനെപ്പിന് കീഴിലുള്ളതാണ് ഏതൊക്കെയാണ്? കൺവെൻഷൻ ഓൺ കൺസർവേഷൻ ഓഫ് മൈഗ്രേറ്ററി സ്പീഷീസ് ഓഫ് വൈൽഡ് ആനിമൽസ്, CMS or Bond Convention 1979. First one I think you can't see. First one, Convention on International Trade in Endangered Species of Wild Fauna and Flora. ടീച്ചർ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്താണല്ലേ സൈറ്റ്സ് അപ്പൻഡിക്സ് 1 വരുന്ന ആനിമൽസിന് ഹൈ പ്രൊട്ടക്ഷനാണ്. തേർഡ് വൺ ഈസ് വിയന്ന കൺവെൻഷൻ. എന്തിനു വേണ്ടിയുള്ളതാണ്? ഓസോൺ ഡിപ്ലീഷന് തടയാനായിട്ടുള്ളതാണ് അല്ലേ? ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലോറോ കാർബൺസ് നമ്മുടെ സ്ട്രാറ്റോസ്ഫെറിക് ഓസോണിനെ എന്ത് ചെയ്യും? ഓസോൺ O3 ആണ്. 3 ഓക്സിജൻ ചേർന്നിരിക്കുന്നതാണ് ഓസോൺ. ഈ ഓസോണിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താകും? O2 ആക്കും. എന്നിട്ട് നേസൻ്റ് ഓക്സിജൻ ഉണ്ടാകും. ഈ നേസൻ്റ് ഓക്സിജൻ ഭയങ്കര റിയാക്റ്റീവാണ്. അത് എന്നിട്ട് അടുത്ത് റിയാക്ഷൻ ചെയ്ത് അങ്ങനെ ഈ O3 എന്നുള്ളത് ഇങ്ങനെ ചെയിൻ റിയാക്ഷനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് O2 ആയി മാറിപ്പോകും. ഈ സ്ട്രാറ്റോസ്ഫെറിക് ഓസോണാണ് പ്രൊട്ടക്റ്റീവ് ലെയർ. പക്ഷേ ട്രോപ്പോസ്ഫിയറിന് താഴെ ഈ ഗ്രൗണ്ട് ലെവൽ ഓസോൺ എന്ന് പറയുന്നത് ആക്ച്വലി പൊല്യൂട്ടൻ്റാണ്. ഇത് ഓരോ ഗ്യാസും അതാത് സ്ഥാനത്തിരിക്കേണ്ട സ്ഥാനത്തിരുന്നാൽ മാത്രമേ അത് അതിൻ്റെ
ഒരു പേർപ്പസ് ഉള്ളൂ അല്ലേ. അപ്പോൾ ഗ്രൗണ്ട് ലെവൽ ഓസോൺ എന്ന് പറയുന്നത് പൊല്യൂഷനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയ്ക്കുള്ള ലെയർ ഏതാണ്? ട്രോപ്പോപ്പസ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് പഠിക്കുക. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അയണോസ്ഫിയർ എന്നുള്ളത് പഠിക്കുക. ഇതിനിടയ്ക്കുള്ള ലെയേഴ്സ് പഠിക്കുക, ട്രാൻസിഷൻ പഠിക്കുക. പിന്നെ ട്രോപ്പോസ്ഫിയറിക് അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവൽ ഓസോൺ എന്ന് പറയുന്നത് പൊല്യൂട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഓസോണിന് വേണ്ടിയിട്ട് ഓസോൺ ലെയർ പ്രൊട്ടക്ട് ചെയ്യാൻ, അതായത് സ്ട്രാറ്റോസ്ഫിയറിക് ഓസോൺ ലെയർ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് വിയന്ന കൺവെൻഷൻ വെച്ചിരിക്കുന്നത്. ദെൻ ബേസൽ കൺവെൻഷൻ. ബേസൽ കൺവെൻഷൻ എന്തിനാണ്? 1989 ഫോം ചെയ്തതാണ്. ഓൺ ദ കൺട്രോൾ ഓഫ് ട്രാൻസ് ബൗണ്ടറി മൂവ്മെൻറ്റ്സ് ഓഫ് ഹസാഡസ് വേസ്റ്റസ് ആൻഡ് ദർ ഡിസ്പോസൽ. ട്രാൻസ് ബൗണ്ടറി മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക്, ഇപ്പോൾ തേർഡ് വേൾഡ് കൺട്രീസിലോട്ടൊക്കെ ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റുകൾ, അതായത് വെള്ളത്തിൽ ലീച്ചായി ഗ്രൗണ്ട് വാട്ടറിലൊക്കെ എത്തി മനുഷ്യൻ്റെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ വളരെയധികം ഹാംഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ എൻവയൺമെൻറ്റിൽ അനിമൽസിനും പ്ലാന്റ്സിനും ഒക്കെ മ്യൂട്ടേഷൻ സംഭവിച്ചേക്കാവുന്ന ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റുകളും അതിൻ്റെ ഡിസ്പോസലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ബേസൽ കൺവെൻഷൻ വഴി മാത്രമേ, അതല്ലെങ്കിൽ ആ റൂൾസ് അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, CBD 1992, വെരി ഇമ്പോർട്ടൻറ്റ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ സെഷൻസിലൊക്കെ എടുത്തിട്ടുണ്ട്. റോട്ടർഡാം കൺവെൻഷൻ ഓൺ ദ പ്രയർ ഇൻഫോംഡ് കൺസെൻറ്റ് പ്രൊസീജിയർ ഓഫ് സർട്ടൻ ഹസാഡസ് കെമിക്കൽസ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. ഇപ്പോൾ വേറൊരു കൺട്രിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു ഹസാഡസ് കെമിക്കൽസ് മീൻസ് അതൊക്കെ ഒന്ന് ഈ ഒരു മീഥൈൽ ഐസോസയനേറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒന്ന് ലീക്കായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് നാശനഷ്ടം, ദുരന്തമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കെമിക്കൽസിൻ്റെയൊക്കെ ട്രാൻസ്ബൗണ്ടറി മൂവ്മെൻറ്റ്സ് ഒക്കെ വളരെ സൂക്ഷിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ട്രാൻസ്ബൗണ്ടറി മൂവ്മെൻറ്റ്സ് ഓഫ് കെമിക്കൽസ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ഇൻ്റർനാഷണൽ ട്രേഡ് എങ്ങനെ ചെയ്യാൻ പാടുള്ളൂ? റോട്ടർഡാം കൺവെൻഷൻ അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ദെൻ സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ഉണ്ട് ഓൺ പെർസിസ്റ്റൻ്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ്. എന്താ മക്കളെ POP എന്ന് പറയുന്നത്? POP എന്ന് പറയുമ്പോഴത്തേക്കും വൺസ് റിലീസ്ഡ് ഇൻ എൻവയൺമെൻറ്റ്, ഒരിക്കലും അതിനെ നമുക്ക് ആ ഒരു എൻവയൺമെൻറ്റിൽ നിന്ന് തുടച്ച് നീക്കാനാവില്ല. അത് ഏതെങ്കിലുമൊക്കെ ഫോമിൽ അവിടെ തന്നെ പെർസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. പെർസിസ്റ്റൻ്റ് എന്ന വാക്ക് തന്നെ അതിനെ പിന്നീട് ഒരിക്കലും നമുക്ക് ആ ഒരു പരിസ്ഥിതിയിൽ നിന്ന് തുടച്ച് മാറ്റാനാവില്ല. ബയോ മാഗ്നിഫിക്കേഷനൊക്കെ ഒത്തിരി കാരണമാവുന്നത് ഈ POPs ആണ്. അതായത് ചെറിയ ഈ ഫൈറ്റോ പ്ലാങ്ക്ടൻസ് പോലുള്ളതെല്ലാം ഇതുപോലുള്ള കെമിക്കൽസ് ഒക്കെ ഭയങ്കരമായിട്ട് അബ്സോർബ് ചെയ്യും അല്ലേ. ഫൈറ്റോ പ്ലാങ്ക്ടൻസ് എന്താ? ടീച്ചർ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്താണ്. ഫൈറ്റോ പ്ലാങ്ക്ടൻസ് പറയുമ്പോൾ നമ്മുടെ ഈ ടെറസ്ട്രിയൽ വേൾഡിൽ അല്ലെങ്കിൽ ടെറസ്ട്രിയൽ എൻവയൺമെൻറ്റിൽ പ്ലാന്റ്സ് പോലെ ഓഷ്യൻസിൽ ഫൈറ്റോ പ്ലാങ്ക്ടൻസ് ആണ് പ്ലാന്റ്സിൻ്റെ പണി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവർ ഈ ഒരു പെർസിസ്റ്റൻ്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ വെള്ളത്തിൽ അലിഞ്ഞു വരുന്ന ലീച്ച്ഡ് ആയിട്ടുള്ള കെമിക്കൽസ് ഭയങ്കരമായിട്ട് അബ്സോർബ് ചെയ്യും. മെർക്കുറി പോലുള്ളതൊക്കെ അബ്സോർബ് ചെയ്യും. മെർക്കുറി പോലുള്ളതൊക്കെ അബ്സോർബ് ചെയ്താൽ എന്താ പ്രശ്നം? ഈ ഫൈറ്റോ പ്ലാങ്ക്ടൻസ് കോടിക്കണക്കിനുണ്ട്. അപ്പോൾ ഇതിനെ കഴിക്കുന്ന ഫിഷസ് ഉണ്ടാവും. ഒരു ഗ്രൂപ്പ് ഓഫ് ഫിഷസ് ആയിരിക്കും ഇതിനെ കഴിക്കുന്നത്. ഈ ഗ്രൂപ്പ് ഓഫ് ഫിഷസിനെ ടൺ കണക്കിന് ഫിഷസിനെ ആയിരിക്കും ഒരു ബ്ലൂ വെയിൽ കഴിക്കുന്നത്. അപ്പോൾ ഇത്രയും കെമിക്കൽ ആ ഒരു ബ്ലൂ വെയിലിൻ്റെ ശരീരത്തിലെത്തും അല്ലേ. അപ്പോൾ ബയോ മാഗ്നിഫിക്കേഷൻ അവിടെ നടക്കും. അപ്പോൾ ഓരോ ട്രോഫിക് ലെവലിലും ഈ ഒരു കെമിക്കൽ ഇങ്ങനെ ആഡ് ഓൺ ആയി പോവും. ലാസ്റ്റ് ബയോ മാഗ്നിഫിക്കേഷൻ ഉണ്ടാവും. ഈ ബയോ മാഗ്നിഫിക്കേഷൻ എന്നൊക്കെ വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എൻവയൺമെൻറ്റൽ ഇക്കോളജി പഠിക്കുമ്പോൾ ഈ ചെറിയ പിള്ളേർ പഠിക്കുന്ന ആ ഒരു ലെവലിലേക്ക് പോയി തന്നെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. ഇപ്പോൾ ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്താ, ഡെട്രിറ്റിയോസ് എന്താ, ഡെട്രിറ്റസ് എന്താ, അതൊക്കെ എന്താണ്? ഈ എർത്ത് വോമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വേർഡ്സൊക്കെ പഠിച്ചു വയ്ക്കുക. ഓപ്ഷൻസിൽ വരുമ്പോൾ പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരു കൺഫ്യൂഷൻ വരാതെ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ചിലപ്പോൾ സ്റ്റക്കായി നിൽക്കുന്നത്. നമ്മുടെ ഓപ്ഷൻസിൽ ഇതുപോലുള്ള സിമ്പിൾ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടെ ആ ഒരു എക്സാം ഹോളിൽ ആ ഒരു പ്രഷറിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അവിടെ ഒരെണ്ണം കൺഫ്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ തൊട്ടടുത്തതെല്ലാം ചിലപ്പോൾ നമുക്ക് മൈൻഡ് ഒന്ന് കൺഫ്യൂസ്ഡ് ആയാൽ ക്ലിയർ അല്ലാത്ത മൈൻഡിൽ നമുക്ക് അടുത്തടുത്തുള്ള ക്വസ്റ്റ്യൻസ് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെറിയ പിള്ളേരുടെ ക്ലാസ്സിലുള്ള, അതായത് 6 to 10th വരെയുള്ള എല്ലാം NCERT നന്നായി കവർ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയും, ICCന്ന് ഡയറക്റ്റ് ചോദിച്ചിട്ടുള്ള ICC ടെക്സ്റ്റ് ബുക്സിൽ നിന്ന് ഡയറക്റ്റ് ചോദിച്ചിട്ടുള്ളതും ഞാൻ കണ്ടിട്ടുണ്ട്. ICC ടെക്സ്റ്റ് ബുക്സിൽ നിന്ന് തന്നെ പല ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് അതേ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് അവരുടെ സയൻസ് ബുക്കിൽ നിന്നൊക്കെ അതേ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് വന്നിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ICC ടെക്സ്റ്റ് ബുക്ക് നോക്കാം, നല്ല രസമാണെന്ന് പഠിക്കാനൊക്കെ. +2 ലെവൽ വരെയുള്ള നമ്മുടെ ഈ ഒരു ജോഗ്രഫി നന്നായിട്ട് നോക്കി വയ്ക്കുക. നമ്മുടെ കറണ്ട് അഫെയറിലുള്ള ഇപ്പോൾ എർത്ത് ക്വേക്ക് ഒക്കെ ഉണ്ടായി, അല്ലെങ്കിൽ സൈക്ലോൺ ഉണ്ടായി. ഇപ്പോൾ അറേബ്യൻ സീയിൽ ഒത്തിരി സൈക്ലോൺസ് ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും സൈക്ലോൺ, എർത്ത് ക്വേക്ക് ഇതൊക്കെ നോക്കി വയ്ക്കുക. എർത്ത് ക്വേക്ക് എങ്ങനെ ഉണ്ടാകും, സൈക്ലോൺ എങ്ങനെ ഉണ്ടാകും, സൈക്ലോണിൻ്റെ സ്ട്രക്ചർ, എർത്ത് ക്വേക്കിൻ്റെ P വേവ്, S വേവ്, ഫോക്കസ്, എപ്പി സെൻറ്റർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബേസിക് ലെവൽ നമ്മൾ 10th ലെവലിലേക്ക് ഇറങ്ങി ചെന്നതിനെ നോക്കി വയ്ക്കാം. 2001. ലാസ്റ്റ് വൺ ഈസ് മിനാമാത കൺവെൻഷൻ. എന്താണ്? ഈ മെർക്യൂറി പൊല്യൂഷനെതിരെയുള്ളതാണ് മിനാമാത കൺവെൻഷൻ. മെർക്യൂറിയൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് അഴിഞ്ഞുകൂടിയാൽ വരുന്ന അസുഖമാണ് മിനാമാത. കാഡ്മിയം, ഫ്ലൂറിൻ,
ആർസനിക് ഇതെല്ലാം നമ്മുടെ ഹ്യൂമൻ ബോഡിയിലേക്ക് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ ശരീരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെയധികം ഹാംഫുള്ളാണ്, ഹാനികരമാണ്. ഇപ്പോൾ തന്നെ നമ്മൾ കറണ്ട് അഫെയറിൽ ഡിസ്കസ് ചെയ്തായിരുന്നു യുറേനിയം അല്ലേ, അമ്മമാരുടെ പാലിൽ യുറേനിയം. അപ്പോൾ അത് കുടിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. യുറേനിയം എന്ന് പറയുമ്പോൾ റേഡിയോ ആക്റ്റീവാണ്. ഇത് ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും, മ്യൂട്ടേഷൻ ഉണ്ടാക്കും, ക്യാൻസറസ് ആണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ, യുറേനിയമൊക്കെ എങ്ങനെ അമ്മമാരുടെ ശരീരത്തിൽ എത്തുന്നു? ഗ്രൗണ്ട് വാട്ടർ വഴിയൊക്കെയാണ്, ലൈക്ക് വെള്ളം വഴിയൊക്കെയാണ് എത്തുന്നത്, അല്ലെങ്കിൽ ഫുഡ് വഴിയാണ് എത്തുന്നത്. അവിടെ നിൽക്കുന്ന ആ ഒരു ക്രോപ്സിൽ നിന്ന് വരുന്ന ആ ഒരു ഗ്രെയിൻ അല്ലെങ്കിൽ ഫ്രൂട്ട് അതുവഴി അല്ലെങ്കിൽ വാട്ടർ വഴിയൊക്കെയാണ് അമ്മമാരുടെ ശരീരത്തിൽ ഇത് എത്തുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ കൺസേൺ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇത് മാത്രമല്ല, യുനെപ്പിൻ്റെ കീഴിൽ 15 എൻവയൺമെൻറ്റൽ എഗ്രിമെൻറ്റ്സ് ഉണ്ട്.